This train is for Ras Ababu. അവിടെ തന്നെയുള്ള അന്ന് വേൾഡ് കപ്പ് എടുക്കല്ലേ? സഫൂൽ എടുക്കവാ. പൂച്ചെടിക്കായ്, ഇത് പൂച്ചെടിക്കായ്. നമ്മളെ നാടല്ലത്, ഇത് കേരളാണ്. സോറി, നമ്മളെ കേരളല്ല, ഇത് ഖത്തറാണിതാ. പൂച്ചെടിക്കായാണിത് നമ്മളെ നാട്ടിലുള്ള. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഖത്തർക്ക് എത്തേണ്ടി, നമുക്ക് ഇത് കാണാൻ വേണ്ടി ഖത്തർക്ക് എത്തേണ്ടി നമുക്കത് കാണാൻ. അങ്ങനെ നമ്മൾ ലുസൈൽക്കുള്ള യാത്രയിലാണ്. ആ, നമ്മുടെ നാട്ടിലെ മുരിങ്ങൻ്റെ ഇലയാണ് മക്കളെ, മുരിങ്ങൻ്റെ ഇല. അതാണ് അസലി മുരിങ്ങ. ആ, ഇതിവിടെ പണിയെടുത്തിട്ട് ആൾക്കാരെ ജയിലിൽ ഇട്ട സ്ഥലമാണിത് ഖത്തറിൽ. ഇത് വേറൊരു ജയില്. വേൾഡ് കപ്പ് കഴിഞ്ഞോട് കൂടി ജയിലൊക്കെ അടച്ചു. നമ്മൾ വിമാനം പോകണ്ട, നിങ്ങൾ വിമാനം, വലിയ വിമാനം പോകണ്ടേ കൂടി. മുകളിൽ പങ്ക കണ്ടോ ഗേസ്? ഹലോ ഗേസ് കണ്ടോ പങ്ക കണ്ടോ നിങ്ങൾ? മുകളിൽ ഫ്ലൈറ്റ് പോണീനുള്ള ഓരോ സിഗ്നലുകൾ കൊടുത്തേക്കാണ്. ഖത്തറിൻ്റെ വിരിമാറിലൂടെ വീണ്ടും ഒരു യാത്ര. ഇവിടെ കുറേ യാജൂജും കുറേ മാജൂജും കുറേ പങ്കാളികളാണ് കേസ് ഇവിടെ ഉള്ളത്. ഒരു മനുഷ്യൻ്റെ മക്കൾ ഇവിടെ കാണില്ല. ഇതാണ് ലുസൈൽ സിറ്റി, ലുസൈൽ മെട്രോ എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മളെ യാത്ര തുടർന്നിക്കണു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. ഒരു കാലത്ത് 2022 വേൾഡ് കപ്പ് നടന്ന സമയത്ത് ജനസാഗരമായിരുന്നു ലുസൈൽ സിറ്റി. ഒരു ഈച്ച ചവിട്ടാൻ വരെ സ്ഥലമില്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ ദജ്ജാൽ വന്നാലും 2 ദജ്ജാൽ ഒരുമിച്ച് വന്നാലും നിൽക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അത്രയും വലിയ സിറ്റിയാണിത് ലുസൈൽ സിറ്റി. ആ, നിലത്ത് കൂടിയാ പോവാം. മറ്റേ ബാക്കിയുള്ള ട്രെയിനൊക്കെ പിന്നെ മറ്റേ റോട്ടിൽ കൂടിയാ പോക്ക്. അല്ല, എല്ലാവർക്കും നമുക്ക് പല പല കാഴ്ചകളും നമുക്ക് കാണാൻ പെടുന്നു. നിങ്ങൾ സബൂറുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. ഇത് റെയിൽവേ ട്രാക്കാണ് കേസ്.
റോട്ടിൽ കൂടി റെയിൽവേ ട്രാക്ക് പോണ്. കണ്ടില്ലേ, റെയിൽവേ ട്രാക്കാണ് ഈ പോണത്. ഇവിടെ നിന്ന ട്രെയിന് കുത്തും നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഓടി പോവാണ്. നമുക്ക് പോകാനുള്ള ലൈറ്റ് കത്തിയിട്ടുണ്ട്, അതുകൊണ്ട് റെഡിൽ കത്തിയിട്ടുണ്ട്, നമുക്ക് പോവാം. റെഡ് കത്തിയുണ്ട്, അതാ സൈക്കിളിൽ ചിഹ്നമുണ്ട്, അപ്പോൾ നമുക്ക് പോവാന്നാണ്. ഏതേ ഗ്രീൻ അല്ലാത്തത്. അങ്ങനെ നമ്മൾ 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലയണൽ മെസ്സി കപ്പെടുത്ത, അർജൻറ്റീന ടീം കപ്പെടുത്ത സ്റ്റേഡിയമാണ് മക്കളെ കാണുന്നത്. ഖത്തറിലെ ലുസൈൽ സിറ്റി സ്റ്റേഡിയം. ഇപ്പോൾ ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇവിടെ ഇല്ല. എൻ്റെ ഒക്കെ ഇതിലുണ്ടാവും. എങ്ങനെയാണ് കട്ടാക്കണോ? നമ്മളെ കമ്പനി സൂപ്പർവൈസറാണ് കേസ്. അല്ലോ കേസ്, ഇപ്പോൾ വെറും അന്യ രാജ്യക്കാർ മാത്രമേ ഉള്ളൂ, നമ്മളെ ഇന്ത്യക്കാരൊന്നും ഇവിടെ കാണില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം നമ്മളങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയാണ് കേസ് ഇവിടെ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ. വർണ്ണങ്ങളാൽ ലൈറ്റ് കൊണ്ട് എന്തൊക്കെ അതിന് പറയാ സംഗതി നമുക്ക് അറിയില്ല. കാരണം ഇത് ബിൽഡിംഗ് എന്ന് പറയാം. നമ്മൾ മലപ്പുറത്തേരാണ് നമ്മൾ അല്ലേ. അവിടെയൊക്കെ ലൈറ്റൊക്കെ കത്തിക്കണു. അതിന് എപ്പോഴാ ഓണാവാന്ന് പറയാൻ പറ്റൂല. ഇതാ വീണ്ടും സൈക്കിൾ ചവിട്ടാനുള്ള സ്ഥലമാണ്. പക്ഷെ സൈക്കിൾ ഞമ്മക്കുമാണ് ഇതിൽ പോവാന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഇതിൽ തന്നെയാണ്. റോഡ് മുറിച്ച് കിടക്കുകയാണ്. റോഡ് മുറിച്ച് കിടന്ന് നമ്മൾ അപ്പുറം പൊളിക്ക് പോവാണ്. അതിൽക്കൂടി നമ്മളെ മെട്രോ ട്രെയിൻ പോയ സ്ഥലമാണ്. അപ്പോൾ അതിൽക്കൂടി ഒന്ന് കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേട്ടോ. എവിടെ എത്തുന്ന ഒരു അറിവില്ല. നമ്മളൊപ്പം വന്ന ബംഗാളികൾ വരുന്നുണ്ട്. ഓല അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിന്നാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്തിന് ഫോണ്, അങ്ങനെ വീണ്ടും ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്യൂരിറ്റി വണ്ടിയൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇത് ഫുള്ള് ടി വി ആണ് മക്കളത്. ടി വി സ്ക്രീനാണ് ഈ കാണുന്നത് ഫുള്ള്. പക്ഷെ എന്താ വെച്ചാൽ ഇത് രാത്രി ഇരുട്ടാവണം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഫുൾ രൂപം എന്താണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ലൈറ്റ് കത്തുകൊണ്ടതാ ഗേസ്. കാണൂ ഗേസ്, ആ ബിൽഡിംഗ് കണ്ടോ, സ്വർണ്ണ കളർവാൽ ലൈറ്റ് കത്തുന്ന ബിൽഡിങ്. അതേമാതിരി ഫുള്ള് ലൈറ്റാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇത് നമ്മളെ ട്രെയിൻ ഇത് വരുന്നു. ട്രെയിൻ കണ്ടോളി മക്കളെ, ട്രെയിൻ ഇത് വരുന്നു. നിലത്ത് കൂടിയാണ് പോകുന്നത്, റോഡ് കൂടിയല്ല, നിലത്ത് കൂടി. എങ്ങനെ പറഞ്ഞത്? അജാദ് തിജിൻ്റെ മെട്രോ ആണത്. ഇതൊക്കെ കാണാൻ നമ്മൾ ഖത്തറിൽ തന്നെ വരണം. പിന്നെ നിങ്ങൾ പല രാജ്യക്കാരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും തുടരുകയാണ്. യാത്ര അങ്ങനെ തുടരുകയാണ്. ഇതെന്താ വെച്ചാൽ നമ്മളെ അറബികളെ എന്താ അതിൻ്റെ പേര്, തലയിൽ കത്തുന്ന സാധനമാണ്. ആ ടയറും ആ പൊന്തൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ ലുസൈൽ സിറ്റി എത്തിയിട്ടുണ്ട്. വർണ്ണാഭലങ്ങളാൽ അലങ്കാരമാക്കിയ ലുസൈൽ സിറ്റിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ലുസൈൽ സിറ്റിയിൽ. ഇപ്പോഴത്തെ സമയം കറക്റ്റ് 4 മണിയാണ്. ഈ 4 മണിയിൽ ലുസൈൽ സിറ്റിൻ്റെ കാഴ്ചയാണ്. അതിമനോഹരമാണ് രാത്രി കാണാൻ. വേൾഡ് കപ്പ് സമയത്തൊക്കെ മെസ്സിയും സംഘവും ബസ്സിലൂടെ കപ്പുമായി പോയ സ്ഥലമാണത്. ലുസൈൽ സിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ലുസൈൽ ടവർ. അങ്ങനെ നമ്മൾ ലുസൈൽ സിറ്റിയിലെ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് ഗേസ്. ലുസൈൽ സിറ്റിയിലെ സെൻറ്റർ അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് ലൈറ്റും ടി വികളും മറ്റേതും മറിച്ചതൊക്കെ ആയിട്ട്. ഇതാണ് ലുസൈലിൻ്റെ ഭംഗി. അതിമനോഹരമാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗിയാണ് ലുസൈലിനുള്ളത്. ഖത്തറിൽ ലുസൈൽ സിറ്റിക്കുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ചായ കുടിച്ചാൽ നിർത്തിക്കാണ് ട്രെയിന്. അതിൽ ഡ്രൈവറുണ്ട് വണ്ടിയിൽ. മൂപ്പരിപ്പോൾ ചായ കുടിച്ചാൻ വേണ്ടി നിർത്തിയേനു. മൂപ്പര് വീണ്ടും പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞു വന്നു, അവിടെ മൂപ്പര് പോവാണ്.
മൂപ്പര് അങ്ങനെ പോകുന്നുണ്ട് കണ്ടോ. പഠിച്ചോൻ എന്നെ കാത്തോളി ഒന്നുമില്ല ആക്കാണ്. പോലീസൊക്കെ നമ്മളെ ആൾക്കാരാണ്. അത് നമ്മളെ കേരള പോലീസിൻ്റെ മാരില്ല, നമ്മളെ ഖത്തർ പോലീസ് സ്നേഹം കൊണ്ട് വിയർപ്പ് മുട്ടിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മളൊക്കെ കേരള പോലീസ് മോശമാണെന്നല്ല നമ്മൾ പറഞ്ഞത്, ചില ആളുകൾ നമ്മൾ പറഞ്ഞത്. ഉണ്ട് പല പല ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൊണ്ട്. ഒരു ഈവനിങ് ആകുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ ആൾക്കാർ കൂടുതലും പബ്ലിക് ഉണ്ടാവലൊക്കെ. ഇപ്പോൾ ഒരു മെൻസിൻ്റെ മക്കൾ ഇവിടെ അല്ല ചുരുക്കം പറഞ്ഞ. ഇതാണ് മക്കളെ ലുസൈൽ, ഖത്തർ ലുസൈൽ സിറ്റിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്, തുടർന്ന് കാണുന്നവർക്ക് കാണാം. വീണ്ടും നമ്മൾ ദിശ മാറ്റി നമ്മളെ യാത്രകൾ തുടർന്നിട്ടുണ്ട്. ഒരു മെൻസൻ്റെ മക്കളില്ല, കഫേയാണ്, പൊടി പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. ഇനി വൈകുന്നേരം, ഇന്ന് വീക്കെൻഡാണ്, അതായത് ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ വരെ ഇവിടെ ആൾക്കാരില്ല. പിന്നെ ഇതാ നമ്മളെ നാട്ടിലെ പൂച്ചെടിക്കായ് ബുസ്ബം എന്ന് പറയും. ബുസ്ബം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പുഷ്പങ്ങളാണ്. നീല കോളാമ്പി പൂക്ക് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നമുക്ക്? ഇത് കോളാമ്പി പൂക്ക്, ഇതാ കോളാമ്പിയാണിത്, പുകാണിത്. ഇതാണ് നമ്മളെ ലുസൈലിൻ്റെ അവസ്ഥ. പ്രകൃതി രമണിയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് ഉണ്ടെങ്കിൽ നമ്മളെ മലയാളീസാക്കാരൻ കച്ചവടമുണ്ടാവും. അല്ലാതെ ഇവിടെ പുട്ടക്ക് തേങ്ങട്ടന്മാരെ അടുപ്പിച്ച് വേസ്റ്റ് ബോക്സും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. എന്നാലും നമ്മൾ മലയാളീസാക്കാരെ കൂടുതൽ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ചെയ്യും. അത് മലയാളീസിന് പ്രത്യേക ഒരു ഹരമാണ്. അപ്പം നമ്മളങ്ങനെ പോവുകയാണ് മക്കളെ, എവിടേക്ക് എത്തുന്നൊരു ഐഡിയ ഇല്ല. പല മുൾച്ചെടിയും പല ചെടികളുണ്ട് ഇവിടെ. ഇതൊക്കെ കാണണമെങ്കിൽ ഒരു ദിവസം പോരാ. പിന്നെ നമ്മളിതാ ഈ സാധനമൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ട് സ്കൂൾക്ക് പോയ കാലമാണ് ഓർമ്മ വരുന്നത്, ഈ ചെടികളൊക്കെ കാണുമ്പോൾ. അങ്ങനെതാ നമ്മൾ ടാറ്റൻ്റെ ബസ് വരുന്നുണ്ട്, നമ്മൾ ഇന്ത്യക്കാരെ സ്വന്തം ബസ്. അങ്ങനെ നമ്മൾ റിട്ടേൺ പോവാണ്. നമ്മളങ്ങനെ വീണ്ടും വന്ന വഴി നമ്മൾ അതിൽ കൂടിയാണ്, തിരിച്ചു പോകുന്നത് നമ്മൾ വേറെ സ്ഥലത്ത് കൂടിയാണ്. നമ്മൾ റിട്ടേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മെട്രോ അവിടെയാണ്. നമ്മൾ അന്ന് വന്നത് ആ പുഷ്പത്തിൻ്റെ കൂടെ വന്നത് നമുക്ക് കാണാൻ വേണ്ടി. കുട്ടികളപ്പോൾ വളർക്കണ്ട, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ കഴിക്കണമെന്നുണ്ട്. ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആയതുകൊണ്ട് കഴിക്കാതിരിക്കുകയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഇന്ത്യ ഓൾറെഡി നമ്മളെ മുഖം അറിയണോണ്ട് പ്രശ്നമില്ല. അല്ലാ കരീം, അത്രേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ഒന്നും പാർക്കിങ്ങിന് നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ മാതിരി കായ് കൊടുക്കേണ്ട മക്കളെ, ഇതൊക്കെ ഫ്രീ ആണ്. പക്ഷേ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല എന്നുള്ളൂ. ഒരു വണ്ടി ഇവിടെ ഇല്ല, അതാ പ്രശ്നം. ഇതൊക്കെ നമ്മളെ പാർക്കിംഗ് ഏരിയകളാണ് ഓരോന്നായിട്ട്. ഈ ഫിഫ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം, ലുസൈൽ സ്റ്റേഡിയം, അതിൻ്റെ ബാക്കി സ്ഥലങ്ങളാണ്. അതായത് പാർക്കിംഗ് ഏരിയകളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. രണ്ട് വധൂരികളുണ്ട് നമ്മളെ മുമ്പിൽ, അതങ്ങനെ പോവാണ്. കുറേ എണ്ണം ആയിക്കൂടി പോകുന്നുണ്ട്, കുറേ എണ്ണം ഇതിൽ വരുന്നുണ്ട്. സ്റ്റേഡിയം ഒന്നും കൂടി കണ്ടോളി. കണ്ടോ, ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ ടവറുണ്ട്. ആ ടവർ ഓടുന്ന ജനറേറ്റർ വേണം. ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് ജനറേറ്റർ വരെ ഓടുന്നത് KCBൻ്റെ കണക്കിലല്ല, അത് ഖത്തർ ഗവൺമെൻറ് കണക്കിലല്ല, ജനറേറ്ററിൽ പെട്രോൾ വെച്ചിട്ടാണ്. ഇതാണ് സ്റ്റേഡിയം. അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ്. 2 റുപ്യ ഉള്ളൂ ഇവിടെ മെട്രോക്ക്, വെറും 2 റുപ്യ. നമ്മളെ ഇന്ത്യയിൽ 2 റുപ്യ അല്ല, ഖത്തറിലെ 2 റിയാലാണ്. ഇതൊക്കെ ഉണ്ടോ, ഒരു സെവൻസ് നടക്കാനുള്ള സ്റ്റേഡിയത്തിന് വലുപ്പമുള്ള പാർക്കിംഗ് ഏരിയയാണ്. പക്ഷേ ഒരു സൈക്കിൾ പോലും ഇവിടെ പാർക്ക് ചെയ്യാനില്ല എന്നാണ്, ഒരു സൈക്കിൾ പോലും. ഫുള്ള് ലിമോസിൻ വണ്ടികളാണ്. പക്ഷെ വണ്ടിയിൽ കയറാൻ വേണ്ടി ഒരാൾക്കാർ ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഒരാൾ പോലും വണ്ടിയിൽ കയറുന്ന ഒരാൾ മനസ്സിലും വേണ്ടേ.
ആരുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ഇതാണ് ഖത്തർ മെട്രോ വിത്ത് ലുസൈൽ സ്റ്റേഡിയം. ലുസൈൽ സിറ്റിയിലെ ഖത്തർ മെട്രോ ആണ് ഖത്തർ. അപ്പോൾ നമ്മൾ കണ്ടോളി. ഇതിൻ്റെ ഫുൾ വ്ലോഗ് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. വംശനാശം സംഭവിച്ചു പോയി. നമ്മുടെ നാട്ടിലില്ല. പള്ളിക്കേങ്ങ അത് सावन में लग पाते ना हमारा अभी हम लोग में हमारा ग्रुप में दो ये ना